പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ്. മുഴുവൻ കാണുന്നതിലൂടെ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ചോദ്യം നസിലു ബിൽ മുനാസിബി. ബ്രാക്കറ്റിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന 6 ചോദ്യങ്ങൾക്കും യോജിച്ചത് തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം അർബഅത്ത അശറ. ഏതാണ് യോജിച്ചത്? 14 ആണ് യോജിച്ചത്. അഹദ അശറ. അഹദ അശറ എന്ന് പറഞ്ഞാൽ 11 ആണ്. തിസ്അത്ത അശറ 19 ആണ്. നാലാമത്തെ ചോദ്യം യൗമുൽ ഖമീസ്. യോജിച്ചത് ഏതാണ്? വ്യാഴാഴ്ചയാണ് യൗമുൽ ഖമീസ്. യൗമു സബ്ത് ശനിയാഴ്ചയാണ്. ആറാമത്തത് യൗമുൽ അഹദ് ഞായറാഴ്ചയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാഠഭാഗത്തിൽ വന്ന 20 വരെയുള്ള എണ്ണം ചുരുങ്ങിയത് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ ആഴ്ചയുടെ 7 ദിവസങ്ങളിലെ പേരുകൾ പഠിച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തിയാൽ ഞാൻ ഉറപ്പു പറയുന്നു നിങ്ങൾക്ക് 15 മാർക്ക് അതുവഴി തന്നെ കരസ്ഥമാക്കാൻ കഴിയും. ആ വിഷയം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ചോദ്യം 2. നുകമ്മിലുൽ ഫറാഅ ബിൽ മുനാസിബി. താഴെ കൊടുത്തിരിക്കുന്ന പെട്ടികളിൽ നിന്ന് ചോദ്യങ്ങൾക്ക് നേരെ ഉള്ള വിട്ട ഭാഗത്ത് യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഒന്നാമത്തത് നംഷി ഫി ഡാഷ് അശാരി എന്നാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾ നോക്കൂ, അമാമ എന്നുണ്ട്, യമീനി എന്നുണ്ട്, തഹ്ത എന്നുണ്ട്. നംഷി ഞാൻ നടക്കുന്നു, ഫി യമീൻ ഷാരിഖി റോഡിൻ്റെ വലതുവശത്തിലൂടെ. യമീനാണ് യോജിച്ചത്. അമാം എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നാണ്, തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ്. അത് രണ്ടും യോജിക്കൂലല്ലോ. രണ്ടാമത്തത് യതീറുൽ ഉറാബു കാക്ക പറക്കുന്നു. ഫൗക്കൽ ബൈത്തി വീടിൻ്റെ മുകളിലൂടെ. അപ്പം മുകളിൽ എന്നുള്ളതാണ് അവിടെ യോജിച്ചത്. ഷിമാൽ എന്ന് നമുക്കറിയാം, യമീന വാലത്ത് ഷിമാൽ ഇടത്താണ്, അത് പറ്റില്ല. തഹ്ത എന്ന് പറഞ്ഞാൽ താഴെയാണ്, അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ അവിടെ യോജിച്ചത് ഫൗക്ക മുകളിൽ എന്നുള്ളതാണ്. അടുത്തത് യാ ഫാത്തിമത്തു ഓ ഫാത്തിമ അൻതി നീ നാജിഹത്തുൻ നീ വിജയിച്ചവളാണ്. ബ്രാക്കറ്റിൽ ഹിയ ഉണ്ട്, അവൾ എന്നുണ്ട്. അവൾ പറ്റില്ല, കാരണം യാ ഫാത്തിമ ഓ ഫാത്തിമ എന്ന് വിളിച്ചിട്ട് പിന്നെ അവൾ എന്നുള്ള സംസാരം നമ്മുടെ ലാംഗ്വേജിൽ ഭാഷയിലില്ലല്ലോ. അവൾ എന്ന് പറയുന്നത് സ്ഥലത്തില്ലാത്തവരോടാണ്. അപ്പോൾ സ്ഥലത്തില്ലാത്ത ഒരാൾ ഒരിക്കലും ഓ ഫാത്തിമ എന്ന് വിളിക്കില്ല. അപ്പോൾ അവിടെ അൻതിയാണ് വരിക. അൻത പറ്റില്ല, അനത്ത പുരുഷന്മാർക്കുള്ളതാണ് അൻത എന്നുള്ളത്. സ്ത്രീയാകുമ്പോൾ അൻതി തന്നെ വേണം, അതുകൊണ്ടാണ് അൻതി വന്നത്. ഓരോന്നും അതിനോട് യോജിച്ചു വരുന്നതിൻ്റെ കാരണം കൂടെ നമ്മൾ പഠിച്ചു വെച്ചാലേ പരീക്ഷയ്ക്ക് വ്യത്യസ്ത മോഡലുകൾ വരുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. നാലാമത്തത് ആദിഹി ബിൻതുൻ. ഇത് പെൺകുട്ടിയാകുന്നു. ഹിയ അവൾ ദാരിസത്തുൻ അവൾ പഠിക്കുന്നവളാണ്. ഹുവ പറ്റില്ല, അവൻ എന്നാണ്, കാരണം പെണ്ണാണല്ലോ. അൻത പറ്റില്ല, അൻത നീ എന്നുള്ള ആണുങ്ങൾക്കുള്ളതാണ്. അവിടെ ഹിയ അവൾ എന്ന അർത്ഥത്തിനാണ് യോജിച്ചത്. പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തത് നെക്തുബുൽ അസ്ഇലത്തൽ മുനാസിബത്ത. യോജിച്ച ചോദ്യങ്ങൾ കൊടുക്കാനാണ്. ഇസ്മി ഖദീജ എൻ്റെ പേര് ഖദീജ എന്നാണ്. ഖദീജ പെണ്ണാണ്, അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? മസ്മുക്കി എന്നാണ് ചോദിക്കുക. സ്മുക്കി എന്നാണ്. ക എന്നുള്ളത് അവിടെ ആണാണെങ്കിലാണ് ചോദിക്കുക. പെണ്ണായതുകൊണ്ട് മസ്മുക്കി എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരം മദ്രസത്തി ഫിൽ മദീന എൻ്റെ മദ്രസ പട്ടണത്തിലാകുന്നു. എന്താണ് ചോദ്യം? ഐന മദ്രസത്തുക നിൻ്റെ മദ്രസ എവിടെയാണ്? അടുത്തത് അൽഹംദുലില്ലാ അന ബിഖൈർ. അൽഹംദുലില്ലാ എനിക്ക് നല്ലത് തന്നെയാണ്, സുഖമാണെന്ന അർത്ഥമാണ് അതിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യം ഇങ്ങനെ വരിക, കൈഫ ഹാലുക എന്താ നിൻ്റെ വിശേഷം? അപ്പോൾ പറയും അൽഹംദുലില്ലാ അന ബിഖൈർ നല്ലത് തന്നെയാണ്. ഈ രൂപത്തിലാണ് വരുന്നത്. ഇതിൽ തന്നെ നാലാമത്തത് നഅം അതെ, ഉഹിബുൽ ഖിറാഅത്ത ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ ചോദ്യം എങ്ങനെ വരിക? അൽ തുഹിബുൽ ഖിറാഅത്ത നീ വായന ഓത്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ?
നഅം അതേ, ഒഹിബുൽ ഖിറാഅത്ത ഞാൻ ഖിറാഅത്ത് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഈ 4 ചോദ്യവും കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ മദ്രസാപരമായ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുന്നു. ഇത്തരം കഷ്ടപ്പാടുകൾക്ക് നന്ദി സൂചകമായി വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ ഒരു താങ്ക്സ് എഴുതി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 4-മത്തത് വായിക്കാം. നുക്കമ്മിലു ബിൽ അയ്യാമി ദിവസങ്ങൾ കൊണ്ട് പൂരിപ്പിക്കാനാണ്. വായിച്ചു നോക്കാം. യോമുൽ ഇസ്നൈനി എന്നാണ് ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത്. അവിടെ ഡാഷ് ഇട്ട് കൊടുത്താണ്. നമ്മൾ അവിടെ യോമുൽ അഹദ് എന്ന് എഴുതി കൊടുത്ത് യോമുൽ ഇസ്നൈനി, യോമുൽ സുലാസാ, യോമുൽ അർബിആ, യോമുൽ ഖമീസ്, യോമുൽ ജുമുഅ, യോമുൽ സബ്ത്, ഇങ്ങനെയാണ് 7 ദിവസങ്ങൾ വരുന്നത്. പഠിച്ചു എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. 5-മത്തത് ഉക്തുബുൽ ജംഅ ബഹുവചനം എഴുതാനാണ്. ഏകവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ബഹുവചനം അഥവാ ഒരുപാടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദം എഴുതാനാണ്. കലമുൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പേനയല്ലേ. അക്ലാമുൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേനകൾ. സഹ്റത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു പൂവാണ്. അസ്ഹാറുൻ ഒരുപാട് പൂക്കൾ കൂടുമ്പോഴാണ് അസ്ഹാർ എന്ന് പറയാം. വറക്ക് പേപ്പർ, ഔറാക്ക് ഒരുപാട് പേപ്പറുകളാണ്. ഉളുവ് അഅ്ളാ അംഗം, അംഗങ്ങൾ, ഇങ്ങനെയാണത് വരുന്നത്. ഇനി 6-മത്തത് നുതർജിമു പരിഭാഷപ്പെടുത്താനാണ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. നോട്ട് ചെയ്ത് വെക്കുക. 15 അർണബൻ 15 മുഴലുകൾ. 2 തിസ്അത്തു കുതുബിൻ 9 പുസ്തകങ്ങൾ. 3-മത്തത് അലത്തോവിലത്തി 18 കിതാബൻ മേശപ്പുറത്ത് 18 പുസ്തകങ്ങൾ ഉണ്ട്. 4-മത്തത് യസ്മഉ സാലിമു അൽ അദാന സാലിം ബാങ്ക് കേൾക്കുന്നു എന്നാണ്. ഈ ഒരു രൂപത്തിലാണ് ഓരോ അറബിയുടെയും അർത്ഥം വരുന്നത്. അടുത്തത് 7-മത്തത് നുഅരിബു അറബിയാക്കാനാണ്. ഇതിൻ്റെ നേരെ എതിരായിട്ട് മലയാളം കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ അറബി എഴുതാം. 13 മാങ്ങകൾ എങ്ങനെ അറബിയിൽ പറയാ? 13 മാഞ്ച. 7 പേനകൾ എങ്ങനെ പറയും? 7 അഖ്ലാമിൻ. കലം എന്ന് പറഞ്ഞാൽ പേനയാണ്, അഖ്ലാം എന്ന് പറയുമ്പോൾ പേനകൾ. അപ്പോൾ പേനകൾ എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. 3-മത്തത് പിതാവ് കസേരയിൽ ഇരുന്നു. ജലസൽ അബു അലൽ കുർസിയി. 4-മത്തത് നീ എൻ്റെ സഹോദരനാണ്. അൻത അഹീ നീട്ടാണ്ടാണ്. ഹീ ആ നീട്ടുന്നതിൻ്റെ അർത്ഥം എൻ്റെ എന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഈ കൊടുത്തിരിക്കുന്ന മലയാളങ്ങളുടെ അറബി എഴുതുന്നത്. അടുത്ത അവസാനത്തത് അർത്ഥം എഴുതാനാണ്. 1 തൊമാത്തിമു തക്കാളി, ഹമാമത്ത് പ്രാവ്, ഖിയാർ കക്കരി, ബബുആ തത്ത, ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ വരുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിൽ മറ്റൊരു ചോദ്യപേപ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ അതിലില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയെടുക്കാവുന്നതേയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ആത്മാർത്ഥമായി പഠിക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട എല്ലാ പാഠങ്ങളും തുടക്കം മുതൽ അവസാനം പരീക്ഷയ്ക്കുള്ള പാഠങ്ങൾ വരെ നന്നായി പഠിക്കുക. ഏതൊരു ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. നിങ്ങളും ദുആയിൽ ഉൾപ്പെടുത്തുക. ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താങ്ക്സോ മറ്റോ എന്തെങ്കിലും കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും വിട്ടുപോകരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അടുത്ത കൂട്ടുകാരിലേക്ക് കൂടെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.